ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നാടായ ആലപ്പുഴയിലെ കുട്ടനാടിൻ്റെ കുറച്ച് ഭംഗി സൗന്ദര്യമൊക്കെയാണ് കാണിക്കുന്നത്. ഒരാലപ്പുഴക്കാരിയായിട്ട് ഇത്രയും ഭംഗിയുള്ള ബാക്ക് വാട്ടേഴ്സൊക്കെ ഉള്ളപ്പം അത് കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആലപ്പുഴക്കാരിയല്ലേ. അങ്ങനെ ഒരു 9:30 ഞങ്ങൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ പുതിയ ബോട്ട് ചെട്ടി പണി നടക്കുന്ന കാരണം തന്നെ പഴയത് പൊളിച്ച് താൽക്കാലിക ബോട്ട് ചെട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് 9:45 കോട്ടയം ബോട്ടിനാണ്. നമുക്ക് ആദ്യം പോയി ഇറങ്ങേണ്ട ചെറുകാല ചെട്ടിയിലാണ്. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ കുറച്ച് സിബ്ലിങ്സ് ഒക്കെ അവിടെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് വീട് പോയി വിസിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ്. കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ കാർ എത്തുന്നുണ്ട്. നമുക്ക് ഈ വീടുകളിലോട്ടൊക്കെ കാർ എത്തും. പക്ഷേ ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. അങ്ങനെ ഇന്നൊരു ബോട്ട് യാത്ര ആവാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറിയിരുന്ന് സമയത്ത് തന്നെ ബോട്ട് എടുക്കുകയും ചെയ്തു കേട്ടോ. 9:45 എന്നുള്ള ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ ബോട്ട് എടുക്കും. അപ്പം നിങ്ങളാണെങ്കിലും ഇപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ടൈം അനുസരിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാൻ നോക്കണേ. ഒരു 10-15 മിനിറ്റെങ്കിലും മുമ്പേ എത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഗാലറിയിൽ പകർത്തുകയും ക്യാമറയിൽ പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തു ഭംഗിയല്ലേ, എത്ര കണ്ടാലും മതിവരാത്ത കുറേ സ്ഥലങ്ങൾ. ഈ കാണുന്നതാണ് ഹൗസ് ബോട്ടിൻ്റെ ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ഹൗസ് ബോട്ട് യാത്രയൊക്കെ നടത്തുന്നത്. ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വരാറുണ്ട്. ആ കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. അത് നെഹ്റുവിൻ്റെ സ്റ്റാച്ചു ആണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ ആലപ്പുഴ വള്ളംകളി നടക്കുന്ന സ്ഥലം. ആ കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റമദ ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു വലിയ ഹോട്ടൽ തന്നെയാണ്. നമുക്ക് ആലപ്പുഴയിൽ ഇതുപോലെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ കുറവാണ്. ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. വിദേശികൾക്കും അതുപോലെ വലിയ വലിയ നടന്മാരും അവരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടേക്ക് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുകളായിട്ട് ഒരേപോലെ നിൽക്കുന്നത് എല്ലാ റിസോർട്ടുകളും. ഇവിടെ മലയാളത്തിലുള്ള ആക്ടേഴ്സിനൊക്കെ ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലയിടത്തും കാണാനും പറ്റുന്നുണ്ട്. എൻ്റെ അമ്മ പോകുന്ന വഴിക്ക് പറയുന്നുണ്ടായിരുന്നു ഇത് ആ നടൻ്റെയാണ് ഈ നടൻ്റെയാണെന്നൊക്കെ. ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണിച്ചു തരികയും ചെയ്തു. ഈ കാണുന്ന ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പാലമാണ്. ഈ പാലത്തിലൂടെ നമുക്ക് അക്കരെ ഇക്കരെയൊക്കെ കടക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പാലങ്ങളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വണ്ടിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് വണ്ടിയിൽ. പണ്ടൊന്നും ഇതൊന്നും എൻ്റെ അമ്മ എപ്പോഴും പറയും, പണ്ടൊന്നും അവരൊന്നും ഇത് കാലത്ത് ചിന്തിച്ചിട്ട് പോലും ഇങ്ങനെ വണ്ടിയൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുന്നു. ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പല വീടുകളിലും പോയിക്കൊണ്ടിരുന്നത്. ഇതാ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. എന്ത് രസമാണല്ലോ. എനിക്കൊന്ന് ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് പോയി നിൽക്കണമെന്നുണ്ട്. കുറച്ച് പൈസയൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കും. ഞാൻ ഇവിടേക്ക് വന്ന് നിൽക്കും. നമ്മുടെ നാടാണല്ലോ ഇതുപോലെ റിസോർട്ടിലൊക്കെ വന്ന് വിദേശികൾ കാണുന്ന കണ്ണിൽ എനിക്കൊന്നും നമ്മുടെ നാട് കാണണമെന്നുണ്ട്. എൻ്റെ കണ്ണിൽ തന്നെ എന്ത് രസമാണ് എൻ്റെ നാട്. അപ്പം ഇതുപോലെ ആസ്വദിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ നാട് എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? നല്ലതല്ലേ? ഇതാ കാണുന്നൊരു സ്കൂളാണ് ഇവിടുത്തെ. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിലിടയ്ക്ക് ചില സ്കൂളുകൾ കാണിച്ചു തരുന്നുണ്ട്. ഈ ഇവിടുത്തേക്ക് സ്കൂളൊക്കെ ഗവൺമെൻറ് സ്കൂളുകളും ഇല്ല SNDP സ്കൂളുകളൊക്കെയാണ് ഒരുപാടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇനി 2-3 സ്കൂളൊക്കെ കാണിക്കാറുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. ഇതൊക്കെ വീടുകളും റിസോർട്ടുകളൊക്കെയാണ്. എന്ത് ഭംഗിയായിട്ട് അതൊക്കെ നിർത്തിയേക്കുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാ വീഡിയോസും പകർത്തി നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ച് എല്ലാം എൻ്റെ ഫുൾ ടൈം ക്യാമറ ഓൺ ആയിരുന്നു കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളൊന്ന് ബോട്ട് യാത്ര നടത്തി നോക്കണം കേട്ടോ. ഒരുപാട് വലിയ പൈസയൊന്നും ഇല്ല. ആകെ ഒരു 10-20 രൂപയ്ക്ക് നമുക്ക് ഈ ബോട്ട് യാത്രയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും ആലപ്പുഴയെ കാണാത്തവരാണേലും ആലപ്പുഴയിലുള്ളവരാണേലും ആലപ്പുഴ ഒന്ന് വന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. നല്ല ഭംഗിയാണ്. ഇതാ പോകുന്നതൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെയാണ്. നമുക്ക് റെൻറ്റിനെടുക്കാം. അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബോട്ട് വീട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ അവിടേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ചെറുകാല ജെട്ടി വന്നിറങ്ങി കേട്ടോ. ഇനി ഇപ്പോൾ പോകുന്നത് അമ്മയുടെ ചെറിയച്ഛൻ്റെ വീട്ടിലോട്ടാണ്. ഇത് ആ കാണുന്നത് പാടമാണ്, കായലല്ല കേട്ടോ. പാടത്ത് വെള്ളം കയറ്റിയിട്ടേക്കുന്നതാണ്. അങ്ങനെ നടന്ന് നമ്മൾ അമ്മയുടെ ചെറിയച്ഛൻ്റെ വീട്ടിൽ കയറി ഇരുന്ന് അവിടെ കുറേ നേരം സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കായലൊക്കെ കണ്ട് ഇരുന്നപ്പോഴാണ് ഞാൻ ഈ പാടത്ത് കുറച്ച് ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ നോട്ടോട്ട് വെച്ചേക്കോ, പോകുന്നതിന് മുമ്പേ 1-2 പറിക്കണം. അങ്ങനെ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, എൻ്റെ അനിയത്തിമാരാണ് ഈ പിള്ളേരെല്ലാം. ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇവരെയൊക്കെ കാണുന്നത് കേട്ടോ. ആദ്യമൊക്കെ എന്നെ കണ്ടപ്പോൾ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു.
ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ആ പിള്ളേരെല്ലാം കയ്യിലെടുത്ത് അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ ആമ്പൽ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെയൊക്കെ ചെളിയാന്ന് പറഞ്ഞ് ഈ പാടത്ത് വെള്ളം കയറ്റിയിടുമ്പോൾ ഭയങ്കര ചെളിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ താന്നു പോകാൻ സാധ്യതയുണ്ട്. പാടമാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ചാടി ഇറങ്ങരുതും, താന്നു പോവും. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുത്തെ പിള്ളേർക്കൊക്കെ നീന്തലൊക്കെ അറിയാം. പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് നീന്തൽ അറിയത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആമ്പൽ പറിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ എന്നെയും കൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ആമ്പലിൻ്റെ തീരത്തോട്ടെത്തി. അപ്പുറത്ത് നിൽക്കുന്ന ആമ്പൽ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഈ സൈഡിലും വേറെ ആമ്പൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് പറിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി അവളാണ് എനിക്ക് ഇറങ്ങി പറിച്ചു തന്നത് കേട്ടോ. ഒരുപാട് താങ്ക്സ് എനിക്കത് പറിച്ചു തന്നതിന്. അവളെനിക്ക് 2 എണ്ണം പറിച്ചു തന്നു. ബാക്കിയൊക്കെ നല്ല പാടായിരുന്നു, വലിച്ച് പറിച്ചെടുക്കാൻ നല്ല പാടാണ്. ഞാൻ പിന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തില്ല, കാരണം അങ്ങോട്ടങ്ങനെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നിന്നെ പ്രശ്നമാകത്തില്ലേ. അവൾ പിന്നെ അവൾക്ക് പറ്റുന്ന രീതി എനിക്ക് ആ 2 എണ്ണം പറിച്ചു തന്നെ. അതിലൊക്കെ കുറച്ച് ജീവികളൊക്കെ ഇരിപ്പുണ്ട്. ഈ വെയിലടിച്ചതൊക്കെ ഉണങ്ങിയിരിക്കുക. അതൊക്കെ തട്ടി അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് ഞാൻ പിന്നെ ആമ്പൽ കുഞ്ഞിനത് കേട്ടപ്പോൾ ചിരി എന്നടാ എനിക്കൊരു സാരി ഉണ്ട് ഈ കളറ്. ആണോ? ഒറ്റ കളർ സാരി ഇല്ല നമ്മുടെ. അകത്ത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളറ്. ഇതിനകത്ത് എന്തോ ഒരു പൊടി അവൾക്ക് നാണം കേട്ടോ. ഞാനാണെങ്കിൽ അവളെ ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. ഞാൻ പാടത്തോട്ടെടുത്തിടുമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ഞാൻ കുറച്ച് പേടിപ്പിച്ച്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇനി വരുവാണെങ്കിൽ തന്നെ കുടയും കൊണ്ട് ആൾക്കാർ വരാവുള്ളൂ ഇങ്ങോട്ട് കേട്ടോ. നല്ല വെയിലാണ്, നമ്മൾ കരിഞ്ഞു പോകുന്ന ടൈപ്പ് വെയിലാണ്. സൺസ്ക്രീനൊക്കെ മാക്സിമം തേക്കാൻ ശ്രമിക്കുക. കുട എടുക്കാൻ മറക്കരുത്. ഞാൻ കുട എടുത്തില്ലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. വിയർത്തൊലിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒരു തണുപ്പുള്ള സ്ഥലത്ത് ഇരുന്നാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ കളിച്ച് ഊഞ്ഞാലൊക്കെ ആടി. അവൾക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ഊഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കുറേ നേരം അവിടെയൊക്കെ കളിച്ച്. എനിക്ക് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും വലുതാണെ പോലും. എല്ലാരും പറഞ്ഞ അവിടെ എവിടെയാ വരണ്ട? എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ കൊച്ചിനും അതുപോലെ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളൊരു വ്ളോഗിൻ്റെ ഡയലോഗൊക്കെ പറയുന്നു. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പട്ടിയുണ്ട്, ആ പട്ടി ഇവിടുത്തെ വളർത്തുന്നതാണ്, ഭയങ്കര പാവമാണ്, വിളിച്ചാലൊക്കെ ഓടി വരുമെന്ന്. എനിക്കാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് മൃഗങ്ങളെ കണ്ടാലും ഞാൻ അതുങ്ങളെയൊക്കെ വിളിച്ച് വരുത്തി അടുത്ത് വരുത്താറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെ എനിക്ക്. അങ്ങനെ ഇത് പറഞ്ഞത് ഈ വെള്ളത്തിലെങ്ങാണ്ട് ഒഴുകി വന്നതാണ്. ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വെള്ളത്തിൽ ആരുടെ വീട്ടിൽ നിന്ന് വളർത്തിയെങ്ങാണ്ടത് ഇങ്ങനെ ഒഴുകി വന്ന്. പിന്നെ ചിലവർ പറയുന്നത് ഇവിടെ കൊണ്ട് കളഞ്ഞതാണെന്നും പറയുന്നുണ്ട്. എനിവേ അത് ആരോ വളർത്തിയ പട്ടിയാണ്, കാരണം നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതോ നല്ല ബ്രീഡ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു ബ്രീഡും സാധാ പട്ടിയും കൂടെ ഉള്ളൊരു ക്രോസ് ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് പോമറേനിയനും നോർമൽ ഡോഗുമായിട്ടുള്ളൊരു ക്രോസ് ആണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് നല്ല സ്നേഹമായിരുന്നു കേട്ടോ. കുറേ നേരം എൻ്റെ അടുത്ത് വാലാട്ടി നിന്ന്. പിന്നെ വീട്ടുകാരെല്ലാം വേണ്ട വല്ലതും പിടിച്ച് കടിച്ചാലോ എന്ന് പേടിച്ചിട്ട് എന്നോട് പറഞ്ഞു മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മൃഗങ്ങളെയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അതിൻ്റെ കൂടെ നിന്ന്. അവൻ്റെ കണ്ണ് കണ്ട ഓടിയ കടിക്കത്തില്ല. നിങ്ങൾ അവിടെ അറ്റി വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഞാൻ എന്തെങ്കിലും ഒരു വടിയെടുക്കുക ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ നിന്നാൽ മതി. അന്നേരം അത് പേടിക്കുക. അല്ലാതെ ഓടിയാ നമ്മൾ ഇപ്പൊ വടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കടി കിട്ടിയതല്ലേ. അങ്ങനെ തിരിച്ച് 11:30 LC ജെട്ടിലോട്ട് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ വീട്. അവർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. എന്നോടൊക്കെ നല്ല കാര്യമാണ്. എനിക്കതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലോട്ടും അവരുടെ കൂടെയൊക്കെ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഹൗസ് ബോട്ട് യാത്ര ഒന്ന് നടത്തണമെന്നുണ്ട്. ഒരു ദിവസം ഹൗസ് ബോട്ടിൽ കയറുവാണെങ്കിൽ ഞാൻ അടുത്തൊരു വ്ലോഗ് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് LC ജെട്ടിയിൽ ഇറങ്ങി. ഇവിടെയൊക്കെ പണി നടക്കുവാണ്. ഈ വണ്ടി വരാൻ വേണ്ടി തന്നെ കുറേ സ്ഥലത്ത് റോഡ് പോലെ പണി ചെയ്തിടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വഴി കൂടെയൊക്കെ നടന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാടങ്ങളാണ് കേട്ടോ. നല്ല ഭംഗി, ഈ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന എനിക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാ കാണുന്നതൊക്കെ നെല്ലാണ് കേട്ടോ. വഴിയുടെ അവിടെ ഇവിടെയൊക്കെ നെല്ല് നിൽപ്പുണ്ട്. കാരണം ഇതൊക്കെ നെല്ല് വിളയിക്കുന്ന സ്ഥലമല്ലേ. ഈ പാടമൊക്കെ ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അധികം പച്ചപ്പ് കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഇളം പച്ച, നമുക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് ഈ വ്യൂസൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന്, ഇതൊക്കെ റോഡ് പണിക്ക് വേണ്ടിയാണ്. ഇവിടേക്ക് ഇപ്പോൾ സ്കൂട്ടർ എത്തും കേട്ടോ. കുറേ സ്കൂട്ടറൊക്കെ ഞാൻ വരുന്ന വഴിക്കൊക്കെ ഇരിക്കുന്നതുണ്ട്. ഈ ഭാഗത്തോട്ടൊക്കെ സ്കൂട്ടർ എത്തുന്നതാണ്. നടന്ന് നമ്മളിപ്പം അമ്മയുടെ അച്ഛൻ്റെ ആങ്ങളുടെ അടുത്തോട്ടാണ് പോകുന്നതും. അതും ഒരു ചെറിയച്ഛൻ തന്നെയാണ്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് നടന്നു പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ട് നടന്ന്, ഈ ഉച്ചയും കൂടെ ആയിരുന്ന കാരണം നല്ലതായിട്ട് ക്ഷീണിച്ചായിരുന്നു. എന്നിട്ടൊരു കയറും വെക്കും, പാളത്തിന് അടുക്കി നാടി എൻ്റെ ദൈവമേ വെള്ളം പണ്ടാ ഇപ്പോഴല്ലേ ഇങ്ങനെ കോൺക്രീറ്റ്. ഞാനപ്പോൾ പണ്ടൊക്കെ അമ്മ പറയായിരുന്നു ചെറിയ 2-3 മുളയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ആയിരുന്നു നടന്നു പോകുന്നത്. വീണാ വെള്ളത്തിലോട്ട് വീഴും, അത് ഉറപ്പാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നടന്നു പോയി. അത് ഇനിയിപ്പോൾ പോകുന്ന അപ്പൂപ്പൻ്റെ കുടുംബ വീട്ടിലോട്ടാണ്. ഇത് അപ്പൂപ്പൻ്റെ കുടുംബ വീടാണ്. ഇപ്പോൾ അപ്പൂപ്പൻ്റെ അനിയനാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ എത്തി. ഇവിടുത്തെ പുറകിൽ പാടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാടത്തിൽ വെള്ളം കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാന്ന് പറഞ്ഞ് കാണാനായിട്ട്. അങ്ങനെ ഞാൻ അതും വ്യൂ കാണാൻ വേണ്ടി പോയതാണ്. എന്ത് രസമാണല്ലേ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കായലാണെന്ന് തോന്നത്തുള്ളൂ. വെള്ളം ഏതാ പാടം ഏതാന്ന് മനസ്സിലാവാത്ത രീതിയാണ്. അപ്പോൾ 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ അവിടെ ചത്ത് ഒരു മീൻ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ അങ്ങ് പകർത്തി. എന്തായാലും ഒരു മീനെ കണ്ട് അതിനെ അങ്ങ് പകർത്തിയേക്കാന്ന് വെച്ചാൽ അതും അങ്ങ് പകർത്തി. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് നിൽക്കുവാണ്. അപ്പോൾ മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും നല്ല വ്യൂ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിലോട്ട് ചാടി കയറി. നോക്ക് എന്ത് രസമാണ് ആ ആകാശമൊക്കെ. എനിക്ക് വേണ്ടി അങ്ങനെ ആകാശം നിന്ന് തന്ന പോലെ ഉണ്ട് കേട്ടോ. ആ ഒരു വ്യൂ, അതിൻ്റെ ആ റിഫ്ലക്ഷൻ വെള്ളത്തിൽ ആ അടിക്കുന്ന ആ ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും ആകാശത്തിൽ ആ വെള്ള മേഘങ്ങളും എല്ലാം കൂടെ ആയിട്ട് കണ്ണിന് നല്ലൊരു കുളിർമയുള്ള കാഴ്ചകളായിരുന്നു. എത്ര കണ്ടാലും അതിരത്തില്ല. അവിടെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഒരു ടെൻ്റ് അടിച്ച് അവിടെ അങ്ങ് നിൽക്കാം. അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ പിള്ളേരൊക്കെ അങ്ങ് കളിക്കുന്നതൊക്കെ കണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അവിടെ പിള്ളേരൊക്കെ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് താറാങ്കൂട്ടങ്ങളിരിക്കുന്നത്. അതിനെയും ഞാനങ്ങ് പകർത്തി. അത് കുറച്ച് നേരമായിട്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കും. എനിക്കൊന്ന് ഉറങ്ങുമായിരിക്കാം. കുറേ എണ്ണം അനങ്ങാതിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ പ്ലാസ്റ്റിക് തൂങ്ങിക്കിടക്കുന്ന പോലെ എല്ലാവരും തോന്നി കേട്ടോ. അവിടെ എന്തോ പ്ലാസ്റ്റിക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. നോക്കിയപ്പോഴാണ് പാമ്പിൻ്റെ തൊലിയായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ കയറി അതങ്ങ് വലിച്ചെടുത്ത്. എന്നോട് ആദ്യം അച്ഛൻ പറഞ്ഞ് കയറി എടുക്കാൻ പറ്റും. എനിക്ക് ഈ പാമ്പിനൊന്നും പേടിയില്ലാത്ത ഞാൻ എടുക്കാൻ ഇപ്പോൾ അമ്മമാർ വഴക്ക് പറഞ്ഞ് അതൊന്നും തൊടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കയറി അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. അവിടെ നിന്ന് നടന്നാണ് ഞങ്ങളിനി അമ്മയുടെ അടുത്ത കുടുംബ വീട്ടിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന സമയത്താണ് കുറേ കുഞ്ഞു മീനുകളൊക്കെ അവിടെ വെള്ളത്തിൽ നിൽക്കുന്നത്. പണ്ട് എനിക്ക് ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം പോലെ തോർത്ത് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചോറ് ഇട്ടിട്ട് ഇതുങ്ങൾ വരുന്ന സമയത്ത് അങ്ങ് പൊക്കണമെന്നൊക്കെ. അതൊന്നും ഇതിലായിട്ട് നടന്നിട്ടില്ല. ഇതുങ്ങളെ കാണാൻ ഭയങ്കര എനിക്കൊരു എന്താണെന്നറിയത്തില്ല, ഞാനൊരു കൊച്ചാവുന്ന ഫീലാണ് എനിക്ക്. അതുങ്ങളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കണമെന്നൊക്കെ ഉള്ള തോന്നൽ, വെള്ളത്തിലോട്ടെടുത്ത് ചാടണമെന്നൊക്കെ തോന്നലൊക്കെ വരും. ഞാൻ അവിടെ ഒരു പരുന്തിനെ കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്ത് കിട്ടിയില്ല. അപ്പോൾ നടന്നു വരുമ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ തെങ്ങിൻ്റെ പുറത്തൊക്കെ ഒരുപാട് കിളിക്കൂടുകളാണ്. ഇങ്ങനത്തെ കിളിക്കൂടുകളൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് തെങ്ങിലൊക്കെ കാണാൻ പറ്റും. നിറയെ പണ്ടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ടുകളായിരുന്നു. ഈ കുഞ്ഞു കുരുവികളെല്ലാം കൂടി ശബ്ദം ഉണ്ടാക്കി നല്ല രസമാണ്. നമുക്ക് നടന്നു പോകുമ്പം ചെവിക്കാണെങ്കിലും അതിൻ്റെ കുളിർമയായിരുന്നു. ഇപ്പോഴൊക്കെ ഈ വികസനം വന്നതിൻ്റെ തോന്നുന്നു കുറേയൊക്കെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുറവ്. പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങളുടെ ശബ്ദം വരുന്ന എല്ലായിടും. അങ്ങനെ പാലമൊക്കെ കയറി ഇറങ്ങി ഓടി നടന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന കാരണം അവരങ്ങ് നടന്നു പോയി. എന്നെ നോക്കുന്നൊന്നുമില്ല. പിന്നെ ആ കാണുന്നത് എൻ്റെ ഒരു കസിനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലോട്ടായിരുന്നു ഇന്ന് പോയത്. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ച് പോയി കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ 5:30 വേറൊരു ബോട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 5:30 ബോട്ടിന് ഇറങ്ങാൻ വേണ്ടി ഒരു 5 മണിക്ക് മുന്നായിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നതാണ്. ആ കാണുന്നതൊക്കെ സ്കൂളായിരുന്നു കേട്ടോ. അതൊക്കെ സ്കൂളിൻ്റെ ഭാഗമൊക്കെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നടന്നെത്തിയേക്കുന്ന വാഴ്ത്തപ്പെട്ട ചാവറ അച്ഛൻ്റെ ജന്മഗൃഹത്തിനടുത്താണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ചാവറ അച്ഛൻ്റെ ഭവനമാണ്.
ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ. എൻ്റെ അമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ നല്ല വിശ്വാസമുള്ളതാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ പണി നടക്കുന്ന കാരണം നമ്മൾ അന്ന് വന്നത് ഇവിടെ കാറിലാണ് കേട്ടോ. കാറ് വന്ന് ഇവിടെ വാതിക്ക വരെ എത്തുമായിരുന്നു. ഇപ്പോൾ എന്തോ പണി നടക്കുന്ന കാരണം കുറച്ച് ഭാഗം അവർ പൊളിച്ചിട്ടേക്കുക. അങ്ങനെ ഇവിടുന്ന് കയറി നടന്ന് ഞങ്ങൾ തിരിച്ച് ബോട്ട് ജെട്ടിയിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ പിന്നെയും ഞാനതൊക്കെ എൻ്റെ ക്യാമറയ്ക്കകത്ത് പകർത്തി. ഈ സിനിമയ്ക്കകത്ത് മിക്കതിനകത്ത് ഈ സിനിമ മറ്റേ പുള്ളിപ്പുള്ളികളും ആട്ടിൻകുട്ടികളുടെ സിനിമയില്ലേ, അതിനകത്ത് ഇത് ഏതോ ഒരു വില്ലേജ് ഓഫീസായിട്ട് അങ്ങനെ കാണിക്കുന്നത് ഈ കെട്ടിടം. ഓ എന്തോ മറ്റേ ഭർത്താവ് മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങാണ്ട് വാങ്ങിക്കാൻ വരുന്നത്. ആ കാണുന്ന പാലം ഏതാന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മുടെ മൈ ബോസ് സിനിമയ്ക്കകത്ത് ദിലീപും മമത മോഹൻദാസും കൂടി ഒരു സൈക്കിളിൽ ചവിട്ടി പോകുന്നൊരു സീനുണ്ട്. അതെടുത്ത പാലമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പാലത്തിലായിരുന്നു അതൊക്കെ ഷൂട്ട് ചെയ്തത്. അതിൽ കൂടെ കാറും ഒക്കെ കയറിപ്പോകും കേട്ടോ. അപ്പോൾ ആ ഓട്ടോ ഇറങ്ങി പോകുന്നതും കൂടെ ഞാൻ ഫുള്ള് നോക്കി നിന്നങ്ങ്. ഈ ഭാഗത്ത് കയാക്കിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളും നമ്മുടെ നാട്ടുകാരും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഞാനങ്ങ് ഷൂട്ട് ചെയ്തെടുത്ത്. എനിക്കും ഒരു ദിവസം കയാക്കിങ്ങിന് പോകണമെന്നുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല കയാക്കിങ്. എന്തായാലും ഞാൻ ചെയ്യും ഒരു ദിവസം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ബോട്ട് കിട്ടിയിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഒരു സീറ്റ് വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഇറങ്ങണ്ടെന്നുള്ള. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ കൂടെ വന്നു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ നിന്ന് ആ വെള്ളത്തിലൊക്കെ പോയി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ബോട്ട് നോക്കി നിൽക്കുക. അപ്പം ഞാൻ അവിടുത്തെ ആ സീറ്റ് കയറിയിരുന്ന് കുറച്ച് വീഡിയോസും കൂടെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ആ സീറ്റ് കയറിയിരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്, അതും കൂടെ അങ്ങ് വീഡിയോയിൽ പകർത്താമെന്ന് വെച്ച് ആ ഹൗസ് ബോട്ട് നോക്കിയിരുന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ. കാരണം ഫുള്ള് വെള്ളം നോക്കി, എൻ്റെ ചുറ്റിനും വെള്ളമാണ്. കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ നടുക്കും കണ്ടു ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഫുള്ളും വെള്ളം. അങ്ങനെ ബോട്ട് നോക്കിയിരുന്ന് ദേ നമ്മുടെ ബോട്ട് എത്തി. അതിലല്ലായിരുന്നു നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടത്. പിന്നെ ഈ വന്ന ബോട്ടായതുകൊണ്ട് വേറൊരു ജെട്ടിയിലെങ്ങാണ്ടോ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സുണ്ടെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ജെട്ടി എന്നാണ് പറഞ്ഞത്. ആ പഞ്ചായത്ത് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 5-6 മണിക്കൊക്കെ ബസ്സുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ബസ്സിന് നേരത്തെ പോകാമെന്ന് പറഞ്ഞു. ഈ ബോട്ടിൽ അങ്ങ് ചാടിക്കയറി. പക്ഷെ നമ്മൾ വരുന്നതിൽ ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു ബസ് പോയതേ ഉള്ളൂ. പിന്നെ ബസ്സൊക്കെ കുറേ നേരം എടുക്കും. ഇതൊക്കെ കാണിക്കുന്ന ബസ് ടൈമിംഗ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ടൈം അനുസരിച്ച് ഇവിടെ നിന്നൊക്കെ ബസ് കാണും. പഞ്ചായത്ത് ജെട്ടി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി. ബസ് വന്നപ്പോൾ 1 മണിക്കൂർ ലേറ്റല്ല, ആ ടൈമിലായിരുന്നു. നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞപ്പം 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത്. കാരണം ഓൾറെഡി നമ്മൾ വന്ന സമയത്ത് ഒരു ബസ് പോയില്ലേ. അപ്പോൾ ആ ഇരുന്ന് പോകുന്ന വഴിക്ക് 2 സൈഡിലും നല്ല നല്ല കാഴ്ചകളുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള പാടങ്ങളാണ്. ഒരു ഗോൾഡ് കളറും പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന നിറയെ പുല്ലും നല്ല ആ ഒരു സൺസെറ്റും ഒക്കെ ആയിട്ട് എന്ത് രസകരമായ കണ്ടിരിക്കാൻ. എനിക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴേ എൻ്റെ ഭംഗി മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ അങ്ങ് യാത്ര ചെയ്യണം കേട്ടോ. ബസ്സിലും കൂടെ വരാൻ ശ്രമിക്കുക. ഇത് AC റോഡിലോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി ഇനിയിപ്പോൾ AC റോഡിലോട്ട് എത്തും. നല്ല ഭംഗി ആ 2 സൈഡിലത്തെ റോഡ്. ഒരു സ്കൂട്ടറെങ്കിലും എടുത്ത് നിങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് വന്ന് നോക്കുക. നമ്മളങ്ങനെ AC റോഡിൽ വന്ന് AC റോഡ് വഴി ഇനി മെയിൻ റോഡിലോട്ട് കയറും, NHലോട്ട് കയറും. അവിടെ നിന്ന് ഇനി അടുത്ത ബസ് പിടിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു ചെറിയ കുട്ടനാടൻ വ്ളോഗ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ളത് കമൻറ്റിൽ എഴുതി അറിയിക്കുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്.
താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.